ഹരി ഓം. എല്ലാവർക്കും ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത 8-ാം അധ്യായം 96-ാമത്തെ ദിവസമാണ് ഇന്ന്. ഭഗവത്ഗീതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം അർജുനന് ഭഗവാൻ നൽകുന്നു. പ്രണവത്തെ എങ്ങനെയാണ് ഭഗവാൻ 8-ാം അധ്യായത്തിൽ 12-ാമത്തെയും 13-ാമത്തെയും ശ്ലോകം കൊണ്ട് പ്രണവം ഉപദേശിക്കുന്നത് എന്നുള്ളതാണ്. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യച്ച മൂർധ്ന്യാധായാത്മനഃ പ്രാണം ആസ്ഥിതോ യോഗധാരണാം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ യപ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതി. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. എങ്ങനെയാണ് എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും നിയമനം ചെയ്തുകൊണ്ട് പ്രാണൻ്റെ അല്ലെങ്കിൽ ശ്രദ്ധയെ മൂർധാവിലേക്ക് ഏകീകൃതമാക്കിക്കൊണ്ട് പ്രണവോപാസന, പ്രണവത്തിലൂടെ ആ അക്ഷര ബ്രഹ്മത്തിലൂടെ ജീവനെ ആരാണോ ഉപേക്ഷിക്കുന്നത് അവൻ എന്നെ തന്നെ പ്രാപിക്കും എന്ന് പറയണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, കഠോപനിഷത്ത് ഇതിനോട് സാമ്യപ്പെട്ടിരിക്കണു എന്നുള്ളത്. ഏതാണ് ആ ഭാഗം? അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരിക്കാമോ എന്നൊക്കെ ആവശ്യപ്പെടുകയുണ്ടായി. തീർച്ചയായിട്ടും കഠോപനിഷത്തിൽ 2-ാമത്തെ വല്ലിയിലാണ് നചികേതസ് യമധർമ്മനോട് ഒരു ഗംഭീരമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം തന്നെ വളരെ കേമാണ്. എപ്പോഴാണ് ഈ പ്രണവം നചികേതസിന് യമധർമ്മൻ ഉപദേശിക്കുന്നത്? അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. അത് നചികേതസ് യമധർമ്മനോട് ചോദിക്കുന്നത്, അന്യത്ര ധർമാത് അന്യത്ര ധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാച്ച് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തദ്വദ. അതിഗംഭീരാണ് ചോദ്യം. അന്യത്ര ധർമാത് അന്യത്ര അധർമാത്, ധർമ്മത്തിൽ നിന്ന് അന്യമായി അധർമ്മത്തിൽ നിന്ന് അന്യമായി, ഭൂതത്തിൽ നിന്ന് ഭാവിയിൽ നിന്ന്, ഭവിച്ചിട്ടുള്ളതിൽ നിന്ന് ഇനി ഭവിക്കാനുള്ളത്, ഭവിച്ചു കഴിഞ്ഞത്, ഇതിൽ നിന്നൊക്കെ അന്യമായി എന്തെങ്കിലും യത് പശ്യസി, അങ്ങ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, കാണുന്നുണ്ടോ? തദ്വദ, അതെന്നോട് പറഞ്ഞാലും. തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാ എന്ന് പണ്ട് അർജുനൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം. അങ്ങെൻ്റെ ബുദ്ധിയെ കുഴച്ചു മറയ്ക്കുന്നു, അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് എനിക്ക് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരുന്ന. ഇവിടെ നചികേതസ് അങ്ങനെയല്ല. ധർമാധർമ്മങ്ങൾക്കപ്പുറത്ത്, കർമാകർമ്മങ്ങൾക്കപ്പുറത്ത്, ഭൂതത്തിനും ഭാവിക്കും ഒക്കെ അപ്പുറത്ത്, ഇതിനൊക്കെ അപ്പുറത്ത് എന്തെങ്കിലും അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, അങ്ങ് കണ്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്നോട് പറയൂ എന്നാണ് നചികേതസിൻ്റെ ആവശ്യം. അവിടെയാണ് യമധർമ്മൻ പറയുന്നത്, സർവേ വേദായത് പദമാമനന്തി. കഠോപനിഷത്ത നിങ്ങളുടെ മുന്നിൽ ചൊല്ലുന്നത്. സർവേ വേദായത് പദമാമനന്തി തപാംസി സർവാണി ച യത് വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓമിത്യേതത്. സർവേ വേദാഹ യത് പദം ആമനന്തി. യത് പദം, യാതൊരു പദത്തെയാണോ സർവേ വേദാഹ, എല്ലാ വേദങ്ങളും ആമനന്തി, വിവരിക്കുന്നത്, വിസ്തരിക്കുന്നത്. യത് സർവാണി തപാംസി ച വദന്തി, ഏതൊരു തപസ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എല്ലാ തപസ്സുകളും ഏതൊന്നിനെയാണ് ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. യത് ഇച്ഛന്തഃ ബ്രഹ്മചര്യം ചരന്തി. അപ്പോൾ തപസ്സിനെക്കുറിച്ച്, ബ്രഹ്മചര്യാദികളെക്കുറിച്ച്
അത്തരം വ്രതങ്ങളെക്കുറിച്ചൊക്കെ ഉപനിഷത്തും അതാ പറയുന്നത്. തത്പദം, ആ പദത്തെ അഹം സംഗ്രഹേണ, ഞാൻ നിനക്ക് സംഗ്രഹിച്ചു ബ്രവീമി, പറഞ്ഞു തരാം. ഓമിതി ഏതത്, അതെന്താണ്? ഓം എന്ന് തന്നെയാണ്. എന്നിട്ട് ആ ഓമിനെക്കുറിച്ച് യമധർമ്മൻ കുറച്ചൊന്ന് വിസ്തരിക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ കാണേണ്ടത്. ഗീതയിൽ അതിൻ്റെ വിവരണം മുന്നിലേക്ക് വരുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നു കഠോപനിഷത്തിലെ ഈ ഭാഗം ഒന്ന് മനനം ചെയ്യുന്നത് നന്നായിരിക്കും. എന്താ പറയണത്? ഏതദ്യേവാക്ഷരം ബ്രഹ്മ, ഏതദ്യേവാക്ഷരം പരം, ഏതദ്യേവാക്ഷരം ജ്ഞാത്വാ യോ യദിച്ഛതി തസ്യ തത്. ഉപനിഷത്താണ്, കഠോപനിഷത്ത്. ഏതത് ഹി ഏവ അക്ഷരം ബ്രഹ്മ, ഏതത് ഏവ അക്ഷരം പരം, ഏതത് ഏവ അക്ഷരം ജ്ഞാത്വാ യഹ യത് ഇച്ഛതി തസ്യ തത്. ഏതത് അക്ഷരം, ഈ പ്രണവമാകുന്ന, ഓംകാരമാകുന്ന, ശബ്ദബ്രഹ്മമാകുന്ന ഈ പ്രണവത്തെ, ഓംകാരത്തെ, അക്ഷരത്തെ തന്നെയാണല്ലോ ഏവഹി, ഇത് തന്നെയാണല്ലോ ബ്രഹ്മ, ഇത് തന്നെയാണ് ബ്രഹ്മം, ഇതാകുന്നു ബ്രഹ്മം. അതുകൊണ്ടാണ് പ്രണവത്തെ ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞത്. സദാശിവ ബ്രഹ്മേന്ദ്രൻ നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കാറില്ലേ? മാനസ സഞ്ചരരേ ബ്രഹ്മണി, മാനസ സഞ്ചരരേ. അരേ മനസ്സേ, സഞ്ചരിക്കൂ. എവിടേക്ക്? ബ്രഹ്മത്തിലേക്ക് എന്ന് പറയാം. നീ അവിടെ ഇവിടെയൊക്കെ കുറേ കറങ്ങി നടന്നല്ലോ, അവിടെ നിന്നൊക്കെ മാറി നീ ഇതാ ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കും. ഏതത് ദേവാക്ഷരം ബ്രഹ്മ. അപ്പോൾ ആ പ്രണവത്തെ തന്നെ ഉപാസന ചെയ്യുന്ന സമയത്ത്, പ്രണവത്തെ ജപിക്കുന്ന സമയത്ത്, അതുകൊണ്ട് ആ പ്രണവത്തെ ഒന്ന് സ്വതന്ത്രമാക്കി എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോൾ ഓം എന്ന് ജപിക്കുകയാണെങ്കിൽ തന്നെ നാട്ടുകാർ നിങ്ങളെ തെറ്റിദ്ധരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ ഉണ്ടെന്ന്. എന്ത് ചെയ്യാനാ? പക്ഷെ അതിനെയൊക്കെ തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. അതൊന്നുമായിട്ട് ഇതിന് ബന്ധമില്ല. നാട്ടുകാരെന്ത് വിചാരിക്കും അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഏതത് ദേവാക്ഷരം ബ്രഹ്മ, ഏതത് അക്ഷരം ഏവഹി ബ്രഹ്മ, ഇത് തന്നെയാകുന്നുവല്ലോ ബ്രഹ്മമെന്ന അക്ഷരം. ഏതത് അക്ഷരം ഏവഹി പരം, ഈ അക്ഷരത്തെ തന്നെയാണല്ലോ പരമായിട്ടുള്ള, ദേശത്തിനും കാലത്തിനും വസ്തുവിനും പരിമിതി കൽപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ളത്. ഏതദക്ഷരം ഏവഹി ജ്ഞാത്വാ യഹ യത് ഇച്ഛതി തസ്യ തത്. ഈ അക്ഷരത്തെയാണല്ലോ യാതൊരുവൻ അറിഞ്ഞാൽ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതവന് ലഭിക്കുന്നത്. ഏതത് ദേവാക്ഷരം ജ്ഞാത്വ, ഈ അക്ഷരത്തെ അറിഞ്ഞിട്ട് യഹ യത് ഇച്ഛതി തസ്യ തത്, അവൻ അതായിത്തീരുന്നു, അവനത് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സത്യകാമനായിട്ട് അവൻ സത്യത്തെ പ്രാപിക്കാൻ അതിന് കാരണമായിത്തീരുന്നു ഈ അക്ഷരം. ഏതദാലംബനം ശ്രേഷ്ഠം, പ്രണവത്തെക്കുറിച്ച് പറയുന്നതാ യമധർമ്മൻ. ഏതദാലംബനം ശ്രേഷ്ഠം, ഏതദാലംബനം പരം, ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ. മനോഹരമായിട്ടുള്ള മന്ത്രങ്ങളാണെന്നറിയോ? ഏതദാലംബനം ശ്രേഷ്ഠം, ഏതത് ആലംബനം ശ്രേഷ്ഠം. ജീവിതത്തിൽ നമുക്ക് ഒരാലംബനമായി, പിടിവള്ളിയായി ആശ്രയിക്കാവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായിട്ടുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് പ്രണവമാകുന്നു. ഏതദാലംബനം ശ്രേഷ്ഠം, ഏതത് ആലംബനം പരം,
ഇത് തന്നെയാണ്, ഈ ആലംബനമാണ് എല്ലാറ്റിനും പരമായിട്ടുള്ളത് എന്ന് പറയാം. ഏതദാലംബനം പരം, ഏതദാലംബനം ജ്ഞാത്വ, ഈ ആലംബനത്തെ, ഏതൊരു ആലംബനത്തെയാണോ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് ആ ആലംബനത്തെ ജ്ഞാത്വ, വേണ്ട വിധം അറിഞ്ഞിട്ട്, ബ്രഹ്മലോകേ മഹീയതേ, ആ ബ്രഹ്മലോകത്തിൽ മഹിമയുള്ളവനായിത്തീരുന്നു, ഉത്കൃഷ്ടനായിത്തീരുന്നു, സമ്പൂജ്യനായിത്തീരുന്നു ആ ബ്രഹ്മലോകത്ത്. ഇതിനെ അറിഞ്ഞിട്ട്. അപ്പോൾ ഇതിനെ അറിഞ്ഞിട്ട് എന്നാണ് യമധർമ്മൻ പറയുന്നത്. ഇതിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്തു പറയുന്നത്? എന്താണോ നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടത് അതേ ശ്ലോകം ഇവിടെ കഠോപനിഷത്തിൽ അവതരിപ്പിക്കുന്നതാണ്. അതിനുശേഷമാണ് അവതരിപ്പിക്കുന്നത്. എന്താണ്? നചായതേ മ്രിയതേ വാ വിപശ്ചിത്, അവിടെ കശ്ചിത് എന്നാണ്. നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയഃ, ഗീതയിൽ. ഇവിടെയോ നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത്, അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഗീതയിൽ ഒരു വ്യത്യാസമില്ല, ഇവിടെയും ഒരു വ്യത്യാസമില്ല. ആശയങ്ങളൊക്കെ രണ്ടിലും ഒരുപോലെ തന്നെ. ന ജായതേ മ്രിയതേ വാ വിപശ്ചിത്, നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത്, അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. എന്താണ്? ന ജായതേ മ്രിയതേ വാ വിപശ്ചിത്, കശ്ചിത്, വിപശ്ചിത്. എന്താണ്? ആ ആത്മാവ് ന ജായതേ മ്രിയതേ വാ, അത് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല. ജനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെന്തില്ല? മരണവുമില്ല. കുതശ്ചിത് ന ബഭൂവ, അതൊരു മറ്റൊന്നിൽ നിന്നുണ്ടായിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. കശ്ചിത് ന ബഭൂവ, അതൊന്നിൽ നിന്നും സംഭവിച്ചിട്ടുള്ളതല്ല. സംഭവിച്ചിട്ടുള്ളതാണെങ്കിൽ അതിന് നാശം ഉണ്ടാവും. അയം, ഇത്, അജഹ, ജനിക്കാത്തതാണ്, നിത്യഃ ശാശ്വതഃ, എന്നും ഉള്ളതാണ്, പുരാണഃ, പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ്, ശരീരേ ഹന്യമാനേ, ശരീരത്തിൻ്റെ നാശത്തിൽ, ന ഹന്യതേ, ആത്മാവ് നശിക്കുന്നില്ല. ഇവിടെ അങ്ങോട്ട് കഠോപനിഷത്ത് ഇതിൻ്റെ വിസ്താരം പറയണതാണ്. ഹന്താചേന്മന്യതേ ഹന്തും ഹതശ്ചേന്മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. ഇതേ ഇവിടെ പറഞ്ഞ ആശയം വീണ്ടും ഇതിൽ അവതരിപ്പിക്കുന്നു. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്ധോർ നിഹിതം ഗുഹായാം തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമാത്മന ആസീനോ ദൂരം വ്രജതി ശയാനോ യാതി സർവതഃ കസ്തം മദാമദം ദേവം മദന്യോ ജ്ഞാതുമർഹതി. ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക, ഈ ഉപനിഷത്തിൽ, കഠോപനിഷത്തിൽ യമധർമ്മൻ ഇതിനെ അങ്ങോട്ട് വിസ്തരിക്കുക. ഇതാണ് നമ്മളിവിടെ ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് പറയുന്നത്. പ്രണവത്തെ, ഓംകാരത്തെ ഒരു പിടിവള്ളിയായിട്ട് നമ്മൾ സ്വീകരിക്കുക. അതിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അപകർഷതാബോധവും വേണ്ട. ആ പിടിവള്ളിയെ വേറെ ആരൊക്കെയോ എന്തിനൊക്കെയോ ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. കാരണം ഇവരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള സാധനമായത്. അതിനെയൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ വിധത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും കണക്കാക്കണ്ട. ഇതെല്ലാവർക്കും, ഇതിന് ജാതിയോ മതമോ ദേശമോ കാലമോ രാഷ്ട്രീയമോ ഒന്നും ഇതിന് ബാധകമല്ല. പലപ്പോഴും മതചിഹ്നം എന്ന് പറഞ്ഞാൽ ഈ ആധ്യാത്മികതയുടെ ഇത്തരം ചിഹ്നങ്ങൾ, ഇപ്പോൾ സ്വസ്തികയെ നമ്മുടെ ഭാരതത്തിലെ ഈ ആധ്യാത്മികതയുടെ മഹത്തരമായ സന്ദേശത്തെ ഒരു അടയാളമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് സ്വസ്തിക. സ്വാസ്ഥ്യത്തിൻ്റെ, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ. അതാണ് ഏറ്റവും വലിയ നശീകരണത്തിന്, ആളെ കൊല്ലുന്ന പരിപാടിയായിട്ടുള്ള പരിപാടിക്ക് ഹിറ്റ്ലർ നാസി പട്ടാളത്തിൻ്റെ കൊടിയടയാളമായിട്ട് വെച്ചത്.
ഇപ്പം നിങ്ങൾ ഈ സ്വസ്തികയുടെ ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് യൂറോപ്പിലേക്ക് യാത്ര ചെയ്താൽ നിങ്ങളെ പോലീസ് പിടിക്കും. ഒരു കവറുണ്ടായാൽ മതി. എന്തെങ്കിലും ഒരു കവറ് മതിയേ. സ്വസ്തിക ജ്വല്ലറിയൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു കവറ് കണ്ടാൽ മതി. അവർ കുറേ നേരം നിങ്ങളെ ചോദ്യം ചെയ്യും, സംശയമൊന്നും വേണ്ട. അവർക്കറിയാം ഇന്ത്യയിൽ ഇത് ആളുകൾ നമ്മൾ രാവിലെ കോലം ഇടുന്നതാണെന്നൊക്കെ അറിയെങ്കിലും അത് കാണുമ്പോൾ ഒരു പേടിയാണ്. നമ്മുടെ ആശ്രമത്തിൽ മുറിയിൽ സ്വസ്തികയുണ്ട്. സ്വസ്തികയുടെ ഗ്ലാസ്സിൽ ഓമും സ്വസ്തികയൊക്കെ സൂര്യനും ഒക്കെ ഉള്ള ഒരു റൂമുണ്ട് ഇവിടെ. ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് കയറിയപ്പോൾ അതിൽ ഒരാൾക്ക് താമസിക്കാനത് കൊടുത്തപ്പോൾ അവർക്ക് പേടിയായി. അയാൾക്കറിയില്ല ഇവിടെ ഇത് ആരാധിക്കുന്ന കാര്യം തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തു. പിന്നെ മൂപ്പര് ഇതൊക്കെ നോക്കി ഓക്കെ. എന്നാലും അവർക്കൊരു പേടിയാണ്. അപ്പോൾ സ്വസ്തികയുടെ അവസ്ഥ ഇന്ന് യൂറോപ്പിൽ അങ്ങനെയാണ്. ഓമിന് ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഏറെക്കുറെ ഇങ്ങനെ വരുന്നുണ്ട്. കാണുമ്പോൾ ഒരു ഭയപ്പാടാണ്. പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടുത്തുന്ന ഒരു ചിഹ്നമായിട്ട്. ഇത് ഭയത്തിൻ്റെ ചിഹ്നമല്ല. അന്യനെ ഭയപ്പെടുത്താനോ ഇത് കാണുന്നവന് ഭയത്തിൻ്റെയോ അല്ല. ഏറ്റവും വലിയ ഉദാത്തമായ ശ്രേഷ്ഠമായ ആലംബനമായിട്ടാണ് പറയണത്. ഏതദാലംബനം ശ്രേഷ്ഠം ഏതദാലംബനം പരം ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ. ഈ ഏതൊരു ആലംബനത്തെയാണോ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്, ആ ആലംബനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മലോകത്തിൽ പൂജ്യനായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ അവനതാണ് ബ്രഹ്മൈവ ഭവതി, പ്രണവത്തെ അറിയുന്നതിലൂടെ. അപ്പോൾ സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുദ്ധ്യച്ച് മൂർധ്നി ആദായാത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ യ പ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതി. ധർമാധർമ്മങ്ങൾക്കും കർമാകർമ്മങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് ഏതൊരു സത്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് സാക്ഷാൽ യമധർമ്മൻ തന്നെ നചികേതസിന് ഉപദേശിക്കുന്നത് പ്രണവമാണെങ്കിൽ ഇവിടെ ഭഗവാനും അർജുനന് ഉപദേശിക്കുന്നത് അതാണ്. എല്ലാ വേദങ്ങളും ഉദ്ഘോഷിക്കുന്നത് ഏതൊന്നിനെക്കുറിച്ചാണ്? ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള കഠിനവ്രതങ്ങൾ എന്തിനു വേണ്ടി ആചരിക്കുന്നുവോ, വീതരാഗന്മാരായിട്ടുള്ള യതികൾ ഏതൊന്നിലേക്കാണ് പ്രവേശിക്കുന്നത്, ഏതൊരു തപസ് അനുഷ്ഠിക്കുന്നത് എന്തിനാണോ അതിൻ്റെയൊക്കെ സംഗ്രഹിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രണവത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളും അതിനെ ആ ഗൗരവത്തിൽ സ്വീകരിക്കുക. തുടർന്ന് ഭഗവാൻ പറയും, അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. 8-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകം ഇതാ പറയണത്, അനന്യചേതാഹ സതതം യഹ മാം സ്മരതി നിത്യശഃ തസ്യ അഹം സുലഭഃ. ഹേ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. ഹേ പാർത്ഥ, അല്ലയോ അർജുന, യഹ യാതൊരുവനാണോ അനന്യചേത, മറ്റൊന്നിലും മനസ്സു വയ്ക്കാതെ. മറ്റൊന്നിലും മനസ്സ് വയ്ക്കാതെ എന്ന് പറഞ്ഞാൽ അപ്പോൾ മറ്റെന്തൊക്കെയോ ഉണ്ടല്ലോ ഇവിടെ. ആർക്ക്? പലതുണ്ട് എന്ന് ആർക്കാണോ തോന്നുന്നത് അവന്. അപ്പോൾ മറ്റൊന്നിലും മനസ്സ് വയ്ക്കാതെ എന്ന് പറഞ്ഞാൽ പലതുണ്ടെന്ന തോന്നൽ അവസാനിക്കുന്ന കാലം വരെ അത് അവസാനിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പലതുണ്ട് എന്ന് ആർക്ക് തോന്നുന്നുവോ അതാണ് അവിദ്യ. വിദ്യ പലതില്ല. അപ്പം അനന്യചേത, മനസ്സ്
മറ്റുള്ളതിലേക്ക് വ്യാപരിക്കാതെ പലതുണ്ടെന്ന് ഉള്ള തോന്നൽ പെടാതെ സതതം നിത്യശഃ എപ്പോഴും അതിൽ യാതൊരു മുറിവുമില്ലാതെ മാം സ്മരതി എന്നെ തന്നെ ഓർമ്മയിൽ ഞാൻ തന്നെയുള്ളൂ. ഇപ്പോൾ മാം സ്മരതി എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ഉണ്ണിക്കണ്ണൻ അമ്പലപ്പുഴ കണ്ണൻ എന്നൊന്നും പറയരുത്. സ്വാമിയല്ലേ ഭഗവാനുവാച എന്ന് മാത്രമേ ഗീതയിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ശ്രീകൃഷ്ണാർജുന സംവാദം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ, മഹാഭാരതത്തെ കുറിച്ച് പറയും. മഹാഭാരതത്തിൽ നിന്ന് പറയുമ്പം കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഒരു സംവാദമായിട്ടാണ് പറയുക. ഗീതയിൽ ശ്രീകൃഷ്ണ ഉവാച എന്ന് നമ്മൾ കാണില്ല. ഗീതയിൽ നിങ്ങൾ കണ്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും ശ്ലോകത്തിൽ? ഇല്ല. അങ്ങനെ ഞാൻ കൃഷ്ണൻ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അങ്ങനെയല്ല എന്ന് അർജുനൻ പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു കഥയെ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പം ആ രീതിയിൽ പറയും, മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ വ്യവഹാരവും പാരമാർത്ഥ്യവും കൂട്ടിക്കുഴഞ്ഞു പോകരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് യഹ അനന്യചേത സതതം നിത്യശഃ മാം സ്മരതി, എപ്പോഴും ഒരു മുറിവും കൂടാതെ അഖണ്ഡമായി സ്മരണ എന്നിൽ തന്നെ. ഇതാണ് ഭഗവത്പാദരുടെ പ്രാതസ്മരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുള്ള. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരതാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്നജാഗരസുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കളമഹം നച ഭൂതസങ്കഃ. ഞാൻ എന്തല്ല, ഈ പറഞ്ഞതൊന്നുമല്ല. അതിനെ ഞാൻ സ്മരിക്കുന്നു. ഹൃദി സംസ്ഫുരത് ആത്മതത്വം, ആ ഹൃദയത്തിൽ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മതത്വം, അതാണ് പ്രണവം. സച്ചിത് സുഖം, അതെന്താണ്? പരമഹംസഗതിം തുരീയം, നാലാമത്തേതാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തിക്കൊക്കെ അപ്പുറത്ത്. അപ്പം അനന്യചേത സതതം നിത്യശഃ മാം സ്മരതി. ആരാണ് അങ്ങനെ എന്നെ ധ്യാനിക്കുന്നത്? തസ്യ, അവന് നിത്യയുക്തസ്യ, അവന് അനായാസേന അതുമായി യോഗം സാധിച്ചവനാണ്. അവനതിന് വലിയ മൽപ്പിടുത്തങ്ങളൊന്നും ആവശ്യമായിട്ടുണ്ടായിട്ടില്ല. കാരണം എന്താണ്? അവൻ അഭ്യാസയോഗയുക്തേന എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ ആവർത്തിച്ചുള്ള അവൻ്റെ പരിശീലനത്തിലൂടെ അവനത് നേടിയിട്ടുണ്ട്. അങ്ങനെയുള്ള തസ്യ നിത്യയുക്തസ്യ, ആ നിത്യയോഗാഭ്യാസം കരഗതമാക്കിയ യോഗിനഃ, അവനെ സംബന്ധിച്ച് അഹം, ഞാൻ സുലഭഃ, ഞാൻ സുലഭമാണ്. അവന് ഞാൻ ഒരിക്കലും അന്യനല്ല. ആരാ? ഭഗവാനാ പറയുന്നത്. ആർക്ക് സുലഭം, ആർക്ക് സുലഭമല്ല? ഇതാണ്. തുടർന്ന് ഭഗവാൻ പറയുന്നു, മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം
നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. മാം ഉപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം ന ആപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. മാം ഉപേത്യ, മാം എന്നെ, ഉപേത്യ പ്രാപിച്ചിട്ട്. അപ്പം എന്നെ പ്രാപിച്ചിട്ട് എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണദേവൻ്റെ ഉപ്പുപാവ സമുദ്രമായി തീർന്നിട്ട്. പിന്നെ വേറൊരു എൻറ്റിറ്റി ഇല്ല കേട്ടോ. സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമുദ്രം ഉപ്പുപാവും പിന്നെ നമ്മളിപ്പുറത്ത് വേറെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. കാര്യവും കാരണവും പിന്നെ രണ്ടില്ല. ഈ കാര്യം കാരണത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ, ആഭരണം സ്വർണത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ, ഈ ലയനം എന്നൊക്കെ പറയുന്നതിനൊക്കെ പരിമിതികളുണ്ട്. കുറേ ഭാഷാപരമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പഞ്ചസാര എന്താ പറയുക, ജലത്തിൽ ലയിക്കുക എന്ന് പറയുമ്പോഴൊക്കെ അവിടെ സാങ്കേതികമായ കുറേ ന്യൂനതകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഈശ്വരൻ നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതാണ്. ഈ വേദാന്തം പറയുമ്പം അത് ആ വേദാന്തം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന തത്വത്തെ കൃത്യമായി മനസ്സിലാക്കണം. ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈശ്വരൻ സർവവ്യാപിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കണം? ആ പറയുന്ന ഭാഷയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഇപ്പോൾ സമുദ്രജലത്തിൽ ഉപ്പ് സർവവ്യാപിയാണ്, നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ സർവവ്യാപിത്വം എന്നൊക്കെ പറയുന്ന ഈ പ്രയോഗങ്ങൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കുക. അതാണ് നമ്മളെപ്പോഴും ക്ലാസ്സുകളിൽ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പാട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഈശ്വരൻ്റെ സർവവ്യാപിത്വത്തെ അവതരിപ്പിക്കുന്ന സമയത്ത് എന്താണ്? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനാം. അല്ലേ? മണ്ണിൽ, വിണ്ണിൽ, തൂണിൽ, തുരുമ്പിൽ എല്ലാം ദൈവം ഇരിക്കുന്നു. അപ്പം നമ്മളിതിനെ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. സമുദ്രജലത്തിൽ ഉപ്പിരിക്കണം. അപ്പം അതുപോലെയാണോ ദൈവം ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെയാണ് ദൈവം ഇരിക്കുന്നതെങ്കിൽ, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഇങ്ങനെ ദൈവം ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ മണ്ണ്, വിണ്ണ്, തൂണ്, തുരുമ്പ് ഇവരൊക്കെ ഹൗസ് ഓണർമാരാണ്. ആരുടെ? ദൈവത്തിൻ്റെ. ദൈവത്തിനേക്കാൾ വലിയവന്മാരാണ്. കാരണം ഇവരെ ആശ്രയിച്ചിട്ടാണ് ദൈവം ഇരിക്കുന്നത്. അപ്പം സമുദ്രത്തിലെ ജലത്തെ ആശ്രയിച്ചാണ് ഉപ്പ് നിലനിൽക്കുന്നത്. കാരണം ഉപ്പിന് അവിടെ ഇരിക്കാൻ സ്പേസ് കൊടുത്ത ആൾ ജലമാണ്. അപ്പോൾ ഈ ഉപ്പിനേക്കാൾ വലിയവൻ ആരാണ്? ജലം തന്നെയാണ്. അങ്ങനെയാണ് ഈ ഈശ്വരൻ ഈ വസ്തുക്കളിലാണോ വസ്തുക്കൾ ഈശ്വരനിലാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവുക. വസ്തുക്കളിലാണോ ഈശ്വരൻ, അതോ ഈശ്വരനിലാണോ വസ്തുക്കൾ? മാമുപേത്യ.
സത്യത്തിൽ ഉത്തരം വസ്തുക്കളിൽ ഈശ്വരനില്ല, ഈശ്വരനിൽ വസ്തുക്കളും ഇല്ല. വസ്തുക്കളിൽ ഈശ്വരനും ഇല്ല, ഈശ്വരനിൽ വസ്തുക്കളും ഇല്ല. പിന്നെ എന്താ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതാണ് സത്യം. മാം ഉപേത്യ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ അവിടെ എന്തില്ല? മറ്റൊന്നുമില്ല. എല്ലാ നാമരൂപാദികളും ഒടുങ്ങുന്നതാണ് ആ വേള. അപ്പോൾ വേദാന്തം നമ്മളെ അങ്ങനെ കറകളഞ്ഞ്, അല്ലെങ്കിൽ വേദാന്തം നല്ല സ്ഫുടം ചെയ്ത് നമ്മളെ മനസ്സിലാക്കും. മറ്റേതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മുകളിൽ കൂടെ ഉള്ള ഒരു പറച്ചിലാണ്. കുറേ കഴിഞ്ഞ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വിരോചനും ഇന്ദ്രനും ബ്രഹ്മദേവൻ്റെ അടുത്ത് പോയിട്ട് ജ്ഞാനം ഗ്രഹിക്കാൻ പോയതുപോലെ ഉണ്ടാവും. പ്രജാപതിയുടെ അടുത്ത് പോയിട്ട് പകുതി മനസ്സിലാക്കും. വേണ്ടത്ര വിചാരമില്ലെങ്കിലോ നമുക്ക് ഈ ദൈവം ഇരിക്കുന്നു, വസ്തുക്കളിലാണോ ഈശ്വരൻ, ഈശ്വരനിലാണോ വസ്തുക്കൾ എന്നുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയും. നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയുണ്ട്? ഈശ്വരൻ എങ്ങനെ ഇതിൻ്റെയൊക്കെ ഉള്ളിലിരിക്കുകയാണോ? മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഈശ്വരന് പേരിട്ടതാണ്. ഈ കാണുന്ന വസ്തുവകകളിലെല്ലാം നമ്മൾ പേര് മാറിയതാണ്, പേര് മാറ്റിയിട്ടതാണ്. അപ്പം മാം ഉപേത്യ, എന്നെ പ്രാപിച്ചിട്ട്. ഈ പ്രയോഗങ്ങളെല്ലാം ഈ ഒരൊറ്റ വരി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് മുന്നോട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്നെ പ്രാപിച്ചിട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു കുട്ടി അച്ഛൻ്റെ അടുത്ത് പോയിട്ട്, അമ്മയുടെ അടുത്ത് പോയിട്ട്, അവിടെ പോയിട്ട്, ഞാൻ ഇവിടെ പോയിട്ട്, അങ്ങനെ കുറേ നമ്മുടെ വ്യാവഹാരിക ഭാഷയുമായി ചേർത്തുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കും. അവിടെ വീണ്ടും ഇതിൽ നിന്ന് അകന്നകന്നു പോകും. ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് എന്നുള്ള നിലയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാം. പക്ഷെ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ നമ്മളെ സഹായിക്കില്ല. അവിടേക്ക് ഇത് കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് ബോധ്യപ്പെടണം. അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം മാം ഉപേത്യ, എന്നെ പ്രാപിച്ചിട്ട്, പരമാം സംസിദ്ധിം ഗതാഹ, പരമാം സംസിദ്ധിം, ഉത്കൃഷ്ടമായ ആ മോക്ഷത്തെ, സ്വാതന്ത്ര്യത്തെ, വിടുതലിനെ, ഗതാഹ മഹാത്മനഃ, അതിനെ പ്രാപിച്ചിട്ടുള്ള മഹാത്മാക്കൾ ആണ് മഹാത്മ്യം എന്ന് പറയാം. ദുഃഖാലയം അശാശ്വതം ജന്മ പുനഃ ന ആപ്നുവന്തി. ഈ ദുഃഖത്തിൻ്റെ ആലയമായിട്ടുള്ള ജനിമൃതികൾക്ക് പിന്നെന്താണ്? ഈ പുനരഭി ജനനം, പുനരഭി മരണം എന്ന് പറയുന്ന അശാശ്വതം ജന്മ, ശാശ്വതമല്ലാത്ത, ഭഗവത്പാദരൊക്കെ പറയുന്ന വിദ്യവ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. എങ്ങനെയൊക്കെ നോക്കിയാലും കഷ്ടപ്പാടും ദുരിതങ്ങളും ഇതൊക്കെ കൂടെയുള്ള ഇടപാടാണ്. പിന്നെ അതിൽ നമ്മൾ ഈ ദുരിതങ്ങളിലോ കഷ്ടപ്പാടുകളിലോ അതൊന്നും നമ്മളെ സംബന്ധിച്ച് എന്തല്ല, അങ്ങനെ ഇല്ലേ. പിന്നെ ദുരിതവും കഷ്ടപ്പാടും അതൊന്നും ഇല്ല. ഇതല്ലേ, ഈ ദുരിതവും കഷ്ടപ്പാടും ഒക്കെ ഒഴിവാക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് ഈ സയൻസും ശ്രമിക്കുന്നത്. സ്പിരിച്വാലിറ്റിയുടെ ചിലവ് കുറഞ്ഞ പരിപാടിയാണ്. മറ്റതിന് ചിലവ് കൂടുതലാണ്. എന്നാലും അതിൽ നമുക്ക് കൊണ്ട് തൃപ്തി കിട്ടൂല.
അതുകൊണ്ട് ദുഃഖാലയം അശാശ്വതം ജന്മ പുന ന ആപ്നുവന്തി. ശാശ്വതമല്ലാത്തതായിട്ടുള്ള ഈ ജനിമൃതികളെ പിന്നീട് ന ആപ്നുവന്തി, പ്രാപിക്കുന്നില്ല. തുടർന്ന് പറയുന്നു, ആ ബ്രഹ്മഭുവനാൽ ലോകാഃ പുനരാവൃത്തിനോർജുന മാമുപേത്യ തു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. പുനർജന്മത്തിൻ്റെ ഒരു അവസാനം. അപ്പോൾ പുനർജന്മത്തെ അംഗീകരിക്കുകയും പുനർജന്മത്തിൻ്റെ അറുതി അതും ഗീത പറയുന്നുണ്ട്. അതെന്താണ്? ആ ബ്രഹ്മഭുവനാൽ ലോകാഃ പുനരാവൃത്തിനഃ അർജുന മാം ഉപേത്യതു ഹേ കൗന്ദേയ പുനർജന്മ ന വിദ്യത്തെ. ഹേ അർജുന, ഹേ കൗന്ദേയ, രണ്ട് സംബോധനയാണ്. ആ ബ്രഹ്മഭുവനാത് ലോകാഃ, ബ്രഹ്മലോകം തുടങ്ങി സകല ലോകങ്ങളും. ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലം എന്നാണ്. ലോക്യതേ ഭുജ്യതേ ഇതി ലോകഃ, അനുഭവമണ്ഡലം, ഓരോരോ അനുഭവമണ്ഡലങ്ങൾ. അതൊക്കെ തന്നെ പുനരാവർത്തിനഃ, ഇതെല്ലാം വന്നും പോകുന്നതുമാണ്. ഇന്ദ്രൻ്റെ പദവിയാണെങ്കിലും എല്ലാം തന്നെ. പക്ഷേ ഹേ കുന്തിപുത്ര മാം ഉപേത്യതു, എന്നാൽ എന്നെ പ്രാപിച്ചവനോ പുനജന്മ ന വിദ്യതേ, പിന്നെ അവന് വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ഈ പറഞ്ഞ ദുരിതം എന്ന് പറയുന്ന ഏർപ്പാടില്ല. പിന്നെ അവൻ കാര്യത്തിൽ കിടന്ന് കളിക്കില്ല. പിന്നെ അവൻ കാരണമാണ്. കാരണമായിരിക്കുന്ന ഞാനിൽ അവൻ സുരക്ഷിതനാണ്. തുടർന്ന് ഭഗവാൻ ഇതിനെ കുറച്ചുകൂടെ മനസ്സിലാവുന്ന വിധത്തിൽ അർജുനൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അർജുന, നിനക്ക് ഞാൻ നാളെ പറഞ്ഞു തരാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.